ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ്. ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ അത്യാവശ്യം ദിവസങ്ങളായി വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ബിസി ആയിരുന്നു, പിന്നെ നമ്മളെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു റെസ്റ്റ് പോലെയായിരുന്നു. ഫോണിന് റെസ്റ്റ് ആയിരുന്നു, വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഫാമിൽ 4 പശുക്കളാണ് കറവുള്ളത്. 4 പശുക്കളും ചെന പിടിച്ച് നിൽക്കണം. അതായത് 4 പശു കറവയും 4 പശു ചെനയായിട്ട് നിൽക്കണം. അപ്പോൾ ഈ കാണുന്ന 4 പേരാണ് ചെനയായിട്ട്, ഫുൾ ചെനയാണ്. അതായത് അടുത്ത ദിവസങ്ങളിൽ പ്രസവിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. 4 ഏകദേശം ഒരേ ഡേറ്റ് തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, 2, 3, 4, 5 ദിവസത്തെ വ്യത്യാസങ്ങളുള്ളൂ. അത് നമ്മളെ ഹീറ്റിംഗ് പ്രോബ്ലത്തിൽ വന്നതാണ്. അത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് ആവാണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, പിന്നെ വാഷ് ചെയ്യേണ്ടി വന്നു, ഓവർ ഹീറ്റ് കാണിച്ച്, അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എല്ലാ 4 പശുവും ഹീറ്റ് കാണിച്ചു. 4 പശുക്കളെ നമ്മൾ പുറത്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരേ ഡേറ്റ് തന്നെയാണ് പ്രസവ സമയം. കുറച്ച് ദിവസത്തെ വ്യത്യാസങ്ങളുണ്ടാകും. എന്തായാലും ഈ മാസം തന്നെ എല്ലാം പ്രസവിക്കും. 4 പശുക്കളാണ് നിലവിൽ കറവുള്ളത്. ഈ 4 പശുക്കളാണ് കറവുള്ളത്. ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു പ്രസവിച്ചിട്ട്. ഇവള് 3 മാസം കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനെ ഇഞ്ചക്ഷൻ ചെയ്യണം. പിന്നെ ഇവള് ഒരു 3 മാസം ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ പശുവും 3 മാസം കഴിഞ്ഞ് പ്രസവിച്ചിട്ട് ഏകദേശം. അപ്പോൾ ഇവൾക്ക് ഹീറ്റ് കാണിച്ചു, ബാക്കിയുള്ളവർക്ക് ഹീറ്റ് കാണിച്ചല്ല. അപ്പോൾ ഇന്ന് അവളെ കുത്തി വെക്കണം. അപ്പോൾ പാല് മൊത്തത്തിൽ ഷോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ഈ സമയം പാല് അത്യാവശ്യം ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമിൽ നിന്ന് പാല് കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന വീടുകൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പാല് മാറുമ്പോൾ അവർക്ക് വ്യത്യാസം എന്തായാലും അറിയാൻ പറ്റും. അത്യാവശ്യം എല്ലാ ഫാമിലും പല പല രീതിയിലായിരിക്കും പാലിൻ്റെ ഒരു ടേസ്റ്റ്, ഇതൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ഫാമിൽ നിന്ന് പാലെടുത്ത് കൊടുത്തപ്പോൾ വ്യത്യാസങ്ങളൊക്കെ കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞ് നമ്മളെ പാലിങ്ങനെ ഷോർട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പശുക്കൾ പ്രസവിച്ചാലാണ് നമുക്കിപ്പോൾ നിലവിൽ പാല് കൂടുള്ളൂ. ഇനി പുറത്തുനിന്നുള്ള പാല് വാങ്ങൽ നിർത്തണം, എന്നാലേ നമുക്ക് ഉപകാരമുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്പോൾ ഹീറ്റ് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആ റൊട്ടേഷനിൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് കാണിച്ചാൽ തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുക. പിന്നെ അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ വാഷ് ചെയ്ത് പെർഫെക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെ 4 പശുക്കൾ ഒരുമിച്ച് ഹീറ്റിന് വിടാതെ നമ്മൾ ഒരു മാസത്തിൽ നമുക്കൊരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഗ്യാപ്പിൽ ഒരു പ്രസവം എന്നുള്ള രീതിയിൽ 10 പശുള്ള ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യാം. അന്നേരം നമുക്ക് പാല് കോൺസെൻട്രേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ തീറ്റയിൽ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിലവിൽ ഞങ്ങളിപ്പോൾ പുൽകൃഷി ചെയ്യുന്നില്ല. നമ്മളെ ഫാമിനോട് ചേർന്നിട്ടുള്ള ലാൻഡിൽ പുൽകൃഷി നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പകരം ഞങ്ങൾ ഒരു 3 ഏക്കർ നമ്മൾ ഫാമിൻ്റെ പുറകുവശത്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പുൽകൃഷി ഉള്ളത്. പിന്നെ ഞങ്ങൾ പുല്ലല്ല ഇപ്പോൾ നിലവിൽ പുല്ല് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരു തീറ്റയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TMR എന്ന് പറയും. അത് പണ്ട് മുതലൊക്കെ ഉള്ളതാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ TMR കൊടുത്താൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി നമ്മൾ TMR കൊടുക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, പശുക്കൾ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. പിന്നെ TMR കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു തീറ്റയും കൊടുക്കണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് 1 കിലോ TMR എന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ ഒരു 1-2 കിലോ എക്സ്ട്രാ അതിൻ്റെ ബോഡി മെയിൻ്റെനൻസിന് കൊടുക്കാം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഈ 1 കിലോ 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ TMR നമുക്ക് അത്ര ഒരു ക്വാണ്ടിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും പശുക്കൾ ഹാപ്പിയാണ്. അത്യാവശ്യമായിട്ട് നമുക്ക് വയറൊക്കെ നിറയുന്നുണ്ട്. 1 ലിറ്റർ പാലിന് 1 കിലോ എന്ന് പറയുമ്പോൾ
10 ലിറ്റർ കിട്ടുന്ന പശുവിന് നമുക്ക് 10 കിലോ പ്ലസ് ഒരു 12 കിലോ കൊടുക്കുക. 22 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ നമുക്ക് 1 കിലോ ചിലവ്. 25 കിലോത്തിൻ്റെ ബാഗാണ് വരുന്നത്. 25 കിലോത്തിൻ്റെ ബാഗാണിത്. ട്രൂ മീൽ ഇത് പശുക്കൾക്കും ആടിനും കുതിരക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ MRP ഇരിക്കുന്ന 650 രൂപയാണ്, പക്ഷേ നമുക്ക് 600 രൂപക്കാണ് കിട്ടണത്. പിന്നെ ഞാനിത് ഒരു 20 പീസൊക്കെ എടുത്ത് വെക്കാറുള്ളൂ. 20 അല്ലെങ്കിൽ ഒരു 25 പീസ് എടുക്കുള്ളൂ. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ബാഗാണ്. പിന്നെ ഈ ബാഗിൽ ചെറിയൊരു ഹോള് വന്നാൽ തന്നെ നമുക്ക് ഈ ഹോള് വന്ന ഈ ഒരു ഏരിയ കുറച്ച് ഭാഗം ഇതിങ്ങനെ കട്ടായിട്ട് കേടാവാൻ തുടങ്ങും. പിന്നെ അത് കൂടുതൽ നാൾ ഇരിക്കും തോറും പറയണ പോലെ ഇതിൽ പുഴുക്കൾ വരും. അപ്പോൾ അത് കാരണം ഞാൻ 20 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് എടുക്കാറുള്ളൂ. അതിപ്പോൾ ഇറക്കുന്ന അൺലോഡിങ്ങും ലോഡിങ്ങിൻ്റെ സമയത്ത് വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ ചെറിയ ചെറിയ ഹോളുകൾ ഇങ്ങനെ വീഴും. അപ്പോൾ ഈ ഹോളുകൾ വീഴുമ്പോൾ അതിൽ അത് കേടാവാൻ സാധ്യതയുണ്ട്. ഫുള്ള് കേടാവില്ല, ആ ഒരു ക്രമേണ ഇങ്ങനെ കേടായി ഇങ്ങനെ പോകും. അപ്പോൾ മാക്സിമം നമുക്ക് ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഹോള് വന്നാൽ ആ ഒരു ഏരിയയിൽ ഒരു കട്ട അവിടെ നമുക്ക് കേടായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 20 പീസൊക്കെ എടുക്കാറുള്ളൂ ഒരു ലോഡിൽ. പിന്നെ തീരാറാകുമ്പോഴാണ് നമ്മൾ വിളിച്ച് പറയും. ഇപ്പോൾ ഇന്ന് വിളിച്ച് പറയണം. അപ്പോൾ TMR ഞാൻ 20-21 ദിവസം പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ 2 മാസം നോക്കി. കുഴപ്പമൊന്നുമില്ല, പുല്ല് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല TMR കൊടുക്കുമ്പോൾ. KS കൊടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ TMR കൊടുക്കുന്നത് ഈ TMRും KSും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു TMR KS ഒരു 3 കിലോ കൊടുക്കും. പാലിൻ്റെ അളവനുസരിച്ചിട്ട് ഒരു 3 കിലോ KSും ബാക്കി പുല്ലിന് പകരം TMRും. അപ്പോൾ ഈ TMRൽ പുല്ല്, വൈക്കോല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് അവർ അയച്ചു തന്നിരുന്നു. പിന്നെ ഇതിൽ മിനറൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിനറൽസും പിന്നെ കാൽസ്യം ഇതൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് മീലാണ് സംഭവം. ഇത് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ പശുക്കളെ വീഡിയോസൊക്കെ കാണുമ്പോൾ യൂറോപ്പ്, നമ്മളെ ഈ ബ്രീഡ് തന്നെ ഒരു യൂറോപ്പ് ബ്രീഡാണല്ലോ. ഈ പുറം രാജ്യത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളീ കാണുന്ന തീറ്റൊക്കെ ഇതുപോലത്തെ TMR പോലത്തെ തീറ്റകളാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി, പിന്നെ എന്ത് കിട്ടിയാലും നമ്മൾ സെർച്ച് ചെയ്യലും ChatGPT എടുത്ത് ചോദിക്കലും അങ്ങനത്തെ എല്ലാ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ചോദിച്ച് ഒക്കെ നോക്കിയപ്പോൾ TMR അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ വേറെ ആരുടെടുത്തും സജഷനൊന്നും ചോദിച്ചില്ല. കാരണം നമ്മളേതായുള്ള രീതിയിലുള്ള പരീക്ഷണമൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യങ്ങളാണ്. കുറച്ച് 2-3 ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച്, ഈ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. പിന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മൾ കൊടുക്കണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ച് പേര് നമ്മളടുത്ത് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് TMR ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ TMR ഒക്കെ കൊടുത്ത് നോക്കാം. ചിലവ് കുറച്ചുള്ള രീതിയിലുള്ള തീറ്റ ചിലവുള്ള നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി നോക്കണമെങ്കിൽ നമുക്ക് TMR എന്തുകൊണ്ട് ഒരു അഫോർഡബിൾ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ നോമ്പ് കാലമൊക്കെ ആയി ഞങ്ങൾ ഫാമിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി ഞങ്ങളൊരു ഷട്ടിൽ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വൈകിട്ട് ഷട്ടിൽ കളിയും രാവിലെ പാലിൻ്റെ പരിപാടിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ പുതിയ വിശേഷങ്ങളായിട്ട് ബാക്കിയുള്ള പശുക്കളെ പ്രസവവും കാര്യങ്ങളും TMRനെ കുറിച്ചുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കുറവുകളോ ബുദ്ധിമുട്ട് ഇതൊക്കെ പറയണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.